മലമ്പുഴ ഗവൺമെന്റ് ഐടിയുടെ ഒഫീഷ്യൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സനൂഫ്, മലമ്പുഴ ഗവൺമെന്റ് ഐടിയിൽ ഫിറ്റഡ് ട്രേഡിലെ ഗസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ മുൻപത്തെ ഭാഗത്തിന്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ഭാഗം, അതായത് സ്ലിംഗ് ലോഡ് ഫോർ ഷിഫ്റ്റിംഗിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ്സ്: ഡിഫൈൻ ടെൻഷനിങ് സ്ക്രൂസ് ആൻഡ് ഇറ്റ്സ് common types, illustrate various methods for slinging practice, define rigging and various rigs and fittings. അപ്പോൾ എന്താണ് ടെൻഷനിങ് സ്ക്രൂസ് എന്നും അതിന് കോമൺ ടൈപ്സും നമുക്ക് നോക്കാം. സ്ലിംഗിങ് പ്രാക്ടീസിന്റെ വിവിധ തരം മെത്തേഡ്സിനെ കുറിച്ച് നോക്കാം. റിഗ്ഗിങ് എന്താണെന്നും വിവിധ തരം റിഗ്സും ഫിറ്റിംഗ്സും എന്നതിനെ കുറിച്ചും നമുക്ക് ഇന്ന് നോക്കാം. These screws or bolts are used in a situation where adjustment in tension is essential. അപ്പോൾ നമുക്ക് ടെൻഷൻ എന്ന് പറയുമ്പോൾ പുള്ളിങ് ഫോഴ്സ് ആണ്. അതേപോലെ പുഷിംഗ് ഫോഴ്സിനെ നമ്മൾ കംപ്രഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ടെൻഷനാണ് ആവശ്യം. അപ്പോൾ നമ്മൾ ഈ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റിൽ നമ്മൾ രണ്ട് സൈഡും നമ്മളൊരു റോപ്പ് കെട്ടിയിട്ട് അതിന് ബാലൻസ് ചെയ്ത് നിർത്താറുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെയാണ് ഇത്തരം ടെൻഷനിങ് സ്ക്രൂസിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ റോപ്പ് വലിക്കുന്ന ആ ടെൻഷൻ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ അത് കൂടുതൽ വലിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് കുറച്ച് വലിച്ചാൽ മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് രീതിയിൽ നമ്മൾ ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ റോപ്പിൻ്റെ ഈ ടെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരം സിറ്റുവേഷനിലാണ് ഈ ടെൻഷനിങ് സ്ക്രൂ അഥവാ ടെൻഷനിങ് ബോൾട്ട്സ് നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ചിത്രത്തിൽ കാണുമ്പോൾ മനസ്സിലാവും 4 ടൈപ്പാണ് ടെൻഷനിങ് സ്ക്രൂസ് ഉള്ളത്. ഒന്ന് യൂണിയൻ ബോൾട്ട്, പിന്നെ സ്ട്രെയിനിങ് സ്ക്രൂ, റിഗ്ഗിങ് സ്ക്രൂ, പിന്നെ ടേൺ ബക്കിൾ. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് യൂണിയൻ ബോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും ഒരു സൈഡ് റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണ്, മറ്റൊരു സൈഡ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ത്രെഡ് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇത് ഒരു ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡ് ടൈറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് ത്രെഡ് ഒരു ഡയറക്ഷൻ ആണെങ്കിൽ ഇപ്പുറത്ത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ടൈറ്റ് ചെയ്യുമ്പോൾ അത് മറ്റൊരു ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവിടെ ടെൻഷൻ്റെ അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതേപോലെ സ്ട്രെയിനിങ് സ്ക്രൂ. സ്ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വലിച്ചു നീട്ടുമ്പോൾ നമുക്ക് ഈ ലെങ്ത്ത് ചെറുതായിട്ട് വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അത് ഡീഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്ത്. ഓക്കെ, ആ ലെങ്ത്തിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. അതിനാണ് നമ്മൾ സ്ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡും നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ക്രൂ ലൂസ് ചെയ്യുമ്പോൾ ഈ നടുവിലുള്ള ആ പോർഷൻ്റെ ലെങ്ത്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്തത് റിഗ്ഗിങ് സ്ക്രൂ. റിഗ്ഗിങ് സ്ക്രൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റത്ത് ഒരറ്റത്ത് ഒരു യു ടൈപ്പ് ക്ലാമ്പ് പോലെ, മറ്റൊരറ്റത്ത് ഒരു റിങ് ആണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ പ്ലേറ്റുകൾ ഒക്കെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഇത്തരം റിഗ്ഗിങ് സ്ക്രൂസ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഈ അടുത്ത് ടേൺ ബക്കിൾ പറയുമ്പോൾ ഇവിടെ റിങ്സ് ഇല്ല, രണ്ടറ്റത്ത് ജസ്റ്റ് ഒരു സ്ക്രൂ അപ്പോൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ അത് ടൈറ്റ് ചെയ്യുമ്പോൾ അത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഈ ടേൺ ബക്കിൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Union bolt is commonly used on electrical post to keep it in erect condition. The center part of the link is turned by Tommy bar to keep the rope under tension. അപ്പോൾ ഈ യൂണിയൻ ബോൾട്ട് സാധാരണ രീതിയിൽ നമ്മുടെ ഇലക്ട്രിക്കൽ പോസ്റ്റുകളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഇറക്റ്റ് ആയിട്ട് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോൾട്ടാണ് യൂണിയൻ ബോൾട്ട്. അതിൻ്റെ സെൻറ്റർ പാർട്ട് അത് തിരിക്കുന്നത് ടോമി ബാർ എന്നുള്ള ഒരു ബാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തിരിക്കുക. ഈ റോപ്പ് നമ്മൾ ടെൻഷൻ ഫോഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ആ ടെൻഷൻ ഫോഴ്സ് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നത്. സ്ട്രെയിനിങ് സ്ക്രൂ, റിഗ്ഗിങ് സ്ക്രൂ ആൻഡ് ടേൺ ബക്കിൾ are also used in similar applications, often in slinging ropes for adjusting the tension of the sling to keep the load in balanced condition. അപ്പോൾ ഈ സ്ട്രെയിനിങ് സ്ക്രൂ, റിഗ്ഗിങ് സ്ക്രൂ, അതേപോലെ ടേൺ ബക്കിൾ ഒക്കെ അതേപോലെ സിമിലർ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്.
സാധാരണ രീതിയിൽ നമ്മൾ മുൻപ് പഠിച്ചത് സ്ലിങ്ങിങ് റോപ്സിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ടെൻഷൻ ഓഫ് ദ സ്ലിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടൈറ്റ് ചെയ്യാം. ടെൻഷൻ കുറവ് വേണമെങ്കിൽ ആ നട്ട് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ടു കീപ് ദ ലോഡ് ഇൻ ബാലൻസ്ഡ് കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ ലോഡ്, അതായത് ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ പോസ്റ്റ് ബാലൻസ്ഡ് കണ്ടീഷനിൽ നിർത്താൻ അതിനനുസരിച്ച് നമ്മളുടെ ഈ റോപ്പ് വലിച്ചിട്ട് ഈ സ്ട്രെയിനിങ് സ്ക്രൂവോ റിഗ്ഗിങ് സ്ക്രൂവോ അല്ലെങ്കിൽ ടേൺ ബക്കിളോ ഒക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ നട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ റോപ്പിൻ്റെ ടൈറ്റ് കൂടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാൻ കഴിയും. ബാലൻസ്ഡ് കണ്ടീഷൻ എത്തുന്നവരെ നമ്മളിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. Method of slinging. A few common methods of putting slings on the hooks have been shown in figure 17A and B. അപ്പോൾ നമുക്ക് 17Aയും Bയും ശ്രദ്ധിക്കാം. എങ്ങനെയാണ് സ്ലിങ്സ് ഹുക്കിലേക്ക് നമ്മൾ വെക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫിഗർ എയിൽ നോക്കുമ്പോൾ ഈ സ്ലിങ് നമ്മളുടെ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു വയർ റോപ്പ് സ്ലിങ് ആണ്. ഓക്കെ, നമ്മൾ മുമ്പത്തെ ഭാഗത്തിൽ പഠിച്ചത്, മുമ്പത്തെ വീഡിയോയിൽ വയർ റോപ്പ് സ്ലിങ്. അപ്പോൾ ആ വയർ റോപ്പ് ഈ ഹുക്കിൽ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ടൈ ചെയ്ത് വെച്ചിട്ട് ഈ ഹുക്ക് ഏതാണ് വെക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു സേഫ്റ്റി ഹുക്കാണല്ലോ, നമ്മൾ സാധാരണ രീതിയിൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഹുക്കാണ് ഇത്. ഈ ഹുക്കിനെ പറ്റിയിട്ട് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ചെറിയൊരു ലോക്ക് പോലൊരു ബാർ ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പോൾ ഇനി ബിയിലേക്ക് നമുക്ക് നോക്കാം. അതിൽ സ്ലിങ്സ് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഇപ്പോൾ 2 സ്ലിങ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ 2 സ്ലിങ്സ് കംപ്ലീറ്റ്ലി ഉള്ളിലായിട്ട് വെച്ചിരിക്കുന്നു. ആദ്യത്തേതിൽ ഒരു സ്ലിംഗ് ആണ്, അത് ജസ്റ്റ് ടേൺ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ലോക്കായിട്ട് നിൽക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ ലോഡ് എടുക്കുന്ന സമയത്തിൽ ഈ സ്ലിങ്സ് ഈ ഹുക്കിൻ്റെ പുറത്ത് വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ലോഡ് പെട്ടെന്ന് പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. എ സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റ് സ്ലിംഗിങ് ഈസ് ഷോൺ ബൈ സ്റ്റീൽ വയർ റോപ്പ് സ്ലിംഗ് അഥവാ ബാസ്ക്കറ്റ് ഹിച്ച്. ഫിഗർ 18 നോക്കാം. വിച്ച് ബിക്കംസ് ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് വെൻ ദ സ്ലിങ്സ് ആർ ഓഫ് ഈക്വൽ സൈസ്. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റ് നമുക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന സ്ലിങ്ങിങ് അതിൻ്റെ പേരാണ് ബാസ്ക്കറ്റ് ഹിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വയർ റോപ്പ് സ്ലിങ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് വന്നിട്ട് ബാലൻസ് ആവണമെങ്കിൽ ഈ സ്ലിങ്സ് 2 സൈഡും വെച്ചിട്ടുള്ള ആ റോപ്പ് അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ലെങ്ത് അത് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഈ ലോഡ് വയ്ക്കുമ്പോൾ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാം. അല്ലെങ്കിൽ ഒരു സൈഡ് താഴോട്ട് പോവും, മറ്റൊരു സൈഡ് മുകളിലോട്ട് പോവും. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ ബാസ്ക്കറ്റ് ഹിച്ച് എന്ന് പറയുന്നത്. 19 ഷോസ് ബാരൽ സ്ലിംഗിങ് ബൈ ചെയിൻ യൂസിങ് ബാരൽ ഹുക്ക്. ഓക്കെ, അപ്പോൾ ബാരൽ ടൈപ്പ് ഷേപ്പ് പറയുമ്പോൾ ഇതാണ് ബാരൽ ഷേപ്പ്. അതായത് ഇതിൻ്റെ 2 അറ്റത്ത് സർക്കിൾ ആയിരിക്കും. ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്ത് വരും ഈ ഒരു അറ്റത്തു നിന്ന് നടുവിലേക്ക് വരുമ്പോൾ. എന്നിട്ട് നടുവിൽ നിന്നും പിന്നെ മറ്റൊരറ്റത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഷേപ്പിനെയാണ് നമ്മൾ ബാരൽ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാരൽ ഷേപ്പ് ഉള്ള മെറ്റീരിയൽസിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാനും ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ബാരൽ സ്ലിങ്ങിങ് എന്നുള്ള ടൈപ്പാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ജസ്റ്റ് ഒരു ചെയിന് മുകളിൽ ഒരു റിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ചെയിനാണ് വരുന്നത്. ആ 2 ചെയിനും കൂടിയിട്ട് താഴെ 2 സൈഡ് ഹുക്ക് ഉണ്ട്. ആ ഹുക്ക് വന്നിട്ട് ബാരലിൻ്റെ 2 അറ്റത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കറക്റ്റ് ലോക്കായിട്ട് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ചെയിനിൻ്റെ ലെങ്ത് ബാരലിൻ്റെ ലെങ്ത്തിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഫിഗർ 20 ഷോസ് ചെയിൻ സ്ലിംഗിങ് വിത്ത് 4-legged ചെയിൻ സ്ലിംഗ് using 2 endless chain wherein the object has the marking of slinging location. ഓക്കെ, അപ്പോൾ ഫിഗർ 20ലേക്ക് നമുക്ക് നോക്കാം. അവിടെ ഒരു ചെയിൻ സ്ലിംഗിങ് ആണ്. 4-legged, അതായത് 4 ചെയിൻ സ്ലിങ്സ് ഉപയോഗിച്ചിട്ടുള്ള ഇത് എൻഡ്ലെസ് ചെയിൻ ആണ്. അതായത് ഇത് ഇതിന് അറ്റം എന്നുള്ളതില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു ലൂപ്പ് പോലെയുള്ള ഒരു ചെയിനാണ്. ആ ചെയിനിനെ നമ്മൾ മടക്കിയിട്ട് അതിൻ്റെ മടക്കിയിട്ടുള്ള ഭാഗങ്ങൾ 2 ഭാഗങ്ങൾ നമ്മൾ ഈ ഹുക്കിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക.
ഓക്കെ. അപ്പോൾ ഇതിൽ എൻഡ്സ് ഇല്ല, അതായത് മുറിഞ്ഞ അറ്റങ്ങൾ ഇല്ല, കംപ്ലീറ്റ്ലി അതൊരു ലൂപ്പാണ്. ഓക്കെ. ഈ ഒബ്ജക്റ്റിൽ എവിടെയാണ് ഈ താഴത്തെ ആ ചെയിൻ വെക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴാണ് ഇത് കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഈ ചെയിനിൻ്റെ ആ പൊസിഷൻ നമുക്ക് മാറ്റുമ്പോൾ ഈ ലോഡ് അൺബാലൻസ്ഡ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാർക്കിങ് കൃത്യമായിരിക്കണം. സ്ലിംഗിങ് മെത്തേഡ്സ്. Wooden casing arrives at the purchaser's premises with sling marks as shown in figure 21. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ ഫിഗർ 21 നോക്കാം. അതിൽ സ്ലിങ് ചെയ്യേണ്ട ഏത് ഭാഗത്താണ് ഈ നമ്മളുടെ സ്ലിങ്, അതായത് വയർ റോപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ ചെയിൻ സ്ലിങ് ആണെങ്കിലോ, ഇത് ഏത് ഭാഗത്താണ് കൃത്യമായിട്ട് ഈ വുഡൻ കേസിങ്ങിൻ്റെ ഇത് വെക്കുമ്പോൾ ഏത് ഭാഗത്തായിട്ടാണ് വരേണ്ടത് എന്നുള്ളത് പർച്ചേസറിൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ. ദ കേസിംഗ് ഷുഡ് ബി അൺപാക്ഡ് ആൻഡ് സ്യൂട്ടബിൾ സ്ലിങ്സ് ആർ മെയ്ഡ് ടു ഷിഫ്റ്റ് ടു ദ പ്ലേസ് ഓഫ് ഇൻസ്റ്റാളേഷൻ. അപ്പോൾ ഈ കേസിങ് നമ്മൾ തുറന്നതിന് ശേഷം അതിൽ ഏത് സ്ലിങ് ആണോ അതിനാവശ്യമായിട്ടുള്ളത്, വുഡൻ സ്ലിങ് വേണോ അല്ലെങ്കിൽ ചെയിൻ സ്ലിങ് വേണോ എന്നുള്ളത് നമ്മൾ, അല്ലെങ്കിൽ ഫൈബർ റോപ്പ് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം നമ്മൾ അത്തരം സ്ലിങ് ഉപയോഗിച്ചിട്ടാണ് ഈ വുഡൻ കേസിങ്ങിലുള്ള നമ്മളുടെ ആക്ച്വൽ ആയിട്ടുള്ള ഏതാണോ നമ്മളുടെ ലോഡ് അതിലേക്ക് ഏത് സ്ലിങ് വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഈ ലോഡിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ വുഡൻ കേസിങ് തുറന്നതിന് ശേഷം അതിനുള്ളിലുള്ള മെഷീനറിയോ മറ്റു സാധനങ്ങളോ അതിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്ലിങ്സ് ചൂസ് ചെയ്യണം. Such shifting is done commonly by fiber rope slings for lighter machines, and comparatively heavier machines are shifted using suitable wire rope and chain slings. അപ്പോൾ അത്തരം ഷിഫ്റ്റിങ് സാധാരണ രീതിയിൽ ഫൈബർ റോപ്പ് സ്ലിങ്സ് ഉപയോഗിച്ചിട്ടാണ്. ലൈറ്റർ മെഷീൻ ആണെങ്കിൽ ഫൈബർ റോപ്പ് സ്ലിങ്സും, ഹെവിയർ മെഷീൻ ആണെങ്കിൽ വയർ റോപ്പോ ചെയിൻ സ്ലിങ്സോ ഒക്കെ ഉപയോഗിക്കാം. സ്യൂട്ടബിൾ പാക്കിങ്സ് ആർ ടു ബി യൂസ്ഡ് ഫോർ പ്രൊട്ടക്ടിങ് ഫിനിഷ്ഡ് സർഫസസ് ഓഫ് ദ മെഷീനറി. അപ്പോൾ നമ്മൾ ഫിനിഷ്ഡ് സർഫസസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊന്നും നമ്മളുടെ ഈ ചെയിൻ സ്ലിങ്സോ വയർ റോപ്പൊന്നും ഡയറക്റ്റായിട്ട് അതിലേക്ക് കോണ്ടാക്റ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഫിനിഷ്ഡ് സർഫസിനെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ അനുയോജ്യമായിട്ടുള്ള പാക്കിങ്സ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. A few methods of slinging: shaper, lathe, radial drilling machine, vertical milling and universal cylindrical grinder are shown in figure 21 respectively. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, അതായത് ഇപ്പോൾ നമ്മൾക്കൊരു മെഷീനറിനെ നമ്മൾക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതിനെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിലോ, അതായത് അതിനെ ഉയർത്തേണ്ടതായിട്ടുണ്ട്, എന്നിട്ട് അത് നീക്കി ഒരു ഭാഗത്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴൊക്കെ. ഓക്കെ. അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് സ്ലിങ്ങിങ് ആണ് ഇതിന് ഏക മാർഗമായിട്ടുള്ളത്. അപ്പോൾ ഇതിന് ലൈറ്റർ ആയിട്ടുള്ള മെഷീൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഫൈബർ റോപ്പ് ഉപയോഗിക്കാം. ഇനി ഹെവിയർ ആണെങ്കിൽ അവിടെ നമുക്ക് ചെയിനോ അല്ലെങ്കിൽ വയർ റോപ്പോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഭാഗത്താണ് ഈ സ്ലിങ്സ് വെക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഈ ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ ഉയർത്തുന്ന സമയത്ത് അത് പെട്ടെന്ന് തെന്നി താഴോട്ട് വീണ് നമ്മളുടെ മെഷീൻ ഡാമേജ് ആയി പോകും എന്നുള്ളത് കൊണ്ട് വളരെ പ്രധാനമാണ് ഈ സ്ലിങ്ങിങ്ങിൻ്റെ പൊസിഷൻ എന്നുള്ളത്. ഈ മെഷീനൊക്കെ ഭയങ്കര ഹൈ കോസ്റ്റ്ലി മെഷീൻസ് ആണ്. അപ്പോൾ അത് ചെറിയൊരു അശ്രദ്ധ മൂലം വീണുപോയാൽ കമ്പനിക്ക് വരാൻ പോകുന്ന നഷ്ടം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്ലിങ്ങിൻ്റെ മാർക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫിഗർ എയിൽ നോക്കാം. സ്ലിങ്ങിങ് മാർക്സ് ആർ പെയിൻറ്റഡ് ഓൺ ദ കേസിങ് അല്ലേ. ഇത് വന്നിട്ട് ഒരു കേസിംഗ് ആണ്, യഥാർത്ഥത്തിൽ ഒരു വുഡൻ കേസിംഗ് ആണ്. ഈ വുഡൻ കേസിങ്ങിൻ്റെ ഉള്ളിലാണ് ഒരു മെഷീനറി ഉണ്ടാവുക. അപ്പോൾ വുഡൻ കേസിങ്ങിൻ്റെ പുറത്ത് മാർക്ക് ചെയ്തിരിക്കുകയാണ് ഇതിൽ ഫിഗർ എയിൽ. ഇനി ഫിഗർ ബിയിലേക്ക് നമുക്ക് നോക്കാം. ഈ മെഷീനാണ് നമ്മളുടെ ഷേപ്പർ എന്ന് പറയാം. ഈ ഷേപ്പർ മെഷീനിൽ നമുക്ക് ആ രണ്ട് ഒരു വളഞ്ഞിട്ടുള്ള ഇൻക്ലൈൻഡ് ലൈൻസ് നമുക്ക് നോക്കാം. അതാണ് ഇവിടുത്തെ സ്ലിങ്ങിങ് വെക്കേണ്ട ആ മാർക്കിങ്. ഇനി മൂന്നാമത്തെ ഫിഗർ സി നോക്കാം. അത് വന്നിട്ട് ലെയ്ത്ത് ആണ്. അവിടെയും നമുക്ക് മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഡി അത് നോക്കാം. അത് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീനാണ്. അവിടെയും നമുക്ക് റോപ്സ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഇ നോക്കാം. അത് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനാണ്. അവിടെയും നമുക്ക് റോപ്സ് കാണാം.
ലാസ്റ്റത്തെ യൂണിവേഴ്സൽ സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ മാർക്കിങ് കൊടുക്കുക എന്നുള്ളത്, ഈ ഓരോ മെഷീനും വെയിറ്റ് ചിലപ്പോൾ ഇപ്പോൾ നമ്മളുടെ ലെയ്ത്ത് മെഷീൻ സി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു അറ്റത്ത് മോട്ടറും മെഷീനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് നമ്മളുടെ പവർ സപ്ലൈ കൊടുക്കുക, അവിടെയാണ് കൂടുതൽ വെയിറ്റ്, അതായത് അതായത് ഗിയറും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഈ നമ്മളുടെ ലെഫ്റ്റ് സൈഡ്, ലെയ്ത്തിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ അവിടെയാണ് കൂടുതൽ വെയിറ്റ് ഉണ്ടാവുക റൈറ്റ് സൈഡിനെ അപേക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ട് ഈ വെയിറ്റ് കൂടുതലായിട്ട് വരുന്ന ആ ഭാഗത്ത് ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സെൻറ്റർ ഓഫ് മാസ് പറയുമ്പോൾ ആ ഒരു പോയിൻ്റാണ് യഥാർത്ഥത്തിൽ, ആ പോയിന്റിലാണ് ഇതിൻ്റെ മൊത്തം വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ സ്ലിങ്ങിങ്ങിൻ്റെ എവിടെയാണ് നമ്മൾ അത് സ്ലിങ്ങിങ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഈ ഭാഗത്ത് കൊടുത്താലാണ് നമ്മളുടെ മെഷീൻ ഉയർത്തുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടാവുക. അങ്ങനത്തെ ആ പൊസിഷനാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സെൻറ്റർ ഓഫ് മാസ് പൊസിഷൻ എന്ന് പറയുന്നത്. Rigging theory. Rigging is the action of designing and installing the equipment in the preparation to move objects. അപ്പോൾ നമ്മളുടെ ഒബ്ജക്ട്സ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഷീൻസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചില ഡിസൈൻസ് നമ്മൾ വരയ്ക്കും. ഇപ്പോൾ ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് വെയിറ്റ് ഉള്ളത്, ഏതൊക്കെ ഒബ്ജക്ട്സ് ആദ്യം മൂവ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഏത് ഒബ്ജക്റ്റാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എക്യുപ്മെൻറ്റിൻ്റെ ഓരോ പാർട്സ് ഏതൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് റിഗ്ഗിങ് എന്നുള്ള ഒരു ഓപ്പറേഷൻ ഉള്ളത്. A team of riggers design and install the lifting or rolling equipment needed to raise, roll, slide or lift objects such as with a crane or block and tackle. അപ്പോൾ റിഗേഴ്സിൻ്റെ ഒരു ടീം ഉണ്ടാവും. അവർ ഡിസൈൻ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഈ ഉയർത്താനും അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിനെ റോൾ ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഒരു ടീം ഓഫ് റിഗേഴ്സ് ഉണ്ടാവും അല്ലേ. സച്ച് ആസ് ഇപ്പോൾ അവർക്ക് ക്രെയിൻ ഉണ്ടാവും, അവരുടെ കയ്യിൽ ബ്ലോക്ക് ഉണ്ടാവും, അതേപോലെ ടാക്കിൾ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മൂവ്മെൻറ്റിനും ഉയർത്താനും ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അവരുടെ കയ്യിലുണ്ടാവും. റിഗ്ഗിങ് ഇസ് ദ എക്യുപ്മെൻറ്റ് സച്ച് ആസ് വയർ റോപ്പ്, turnbuckles, clavis, jacks used with cranes and other lifting equipment. നമുക്ക് അടുത്ത സ്ലൈഡിൽ ഫിഗർ 22 ഉണ്ട്, അത് നോക്കാം. ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് സ്ട്രക്ചർ റീലൊക്കേഷൻ. അതായത് റിഗ്ഗിങ് എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ എല്ലാ എക്യുപ്മെൻറ്റും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു മൊത്തം എക്യുപ്മെൻറ്റിൻ്റെ പേര് തന്നെയാണ് റിഗ്ഗിങ് എന്ന് പറയുന്നത്. അതിൽ വയർ റോപ്പ് ഉണ്ടാവും, ടേൺ ബക്കിൾസ് ഉണ്ടാവും, ക്ലേവിസ്, ജാക്സ് നമുക്കറിയാം ഉയർത്തേണ്ടത്. ഓക്കെ, യൂസ്ഡ് വിത്ത് ക്രെയിൻസ് ഉണ്ടാവും. ഇവിടെ ക്രെയിൻ നമ്മളുടെ JCB പോലുള്ള ചെറിയ ക്രെയിൻസ് ഉണ്ടാവും. ആൻഡ് അതർ ലിഫ്റ്റിംഗ് എക്യുപ്മെൻറ്റ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് സ്ട്രക്ചർ റീലൊക്കേഷൻ. The rigging systems commonly include shackles, master links and slings. Also lifting bags in underwater lifting. അതായത് റിഗിങ് സിസ്റ്റത്തിൽ നമ്മൾ ഷാക്കിൾസ് നോക്കിയിരുന്നു, അതുണ്ടാവും. അതേപോലെ മാസ്റ്റർ ലിങ്ക്സ് നമുക്കറിയാം, സ്ലിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ റിഗിങ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ ഇപ്പം നമ്മുടെ അണ്ടർ വാട്ടറിലാണ് നമ്മൾ ഈ ലിഫ്റ്റിങ്ങും ഷിഫ്റ്റിങ്ങും ഒക്കെ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ അതിനാവശ്യമായിട്ടുള്ള ലിഫ്റ്റിംഗ് ബാഗ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് റിഗ്ഗിങ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന വിവിധ തരം ലിഫ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് നോക്കാം. ഇതിൽ ഷാക്കിളുണ്ട്, ഹൂക്സ് ഉണ്ട്, അതുപോലെ വിവിധ തരം മാസ്റ്റർ ലിങ്ക്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ആദ്യത്തെ നോക്കാം, ലൂസ് ഫ്രണ്ട് റെഗുലർ ഷാക്കിൾ. ഓക്കെ, ഷാക്കിൾ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. അതിൽ 2 ടൈപ്പാണ് നമ്മൾ പഠിച്ചത്, ബോ ഷാക്കിളുണ്ട്, ഡി ഷാക്കിളുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് അത് ബോ ഷാക്കിളാണ്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് റീജിയൻ നമുക്ക് ലൂസായിട്ട് നമുക്ക് ഈ നട്ട് ലൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഭാഗം നമുക്ക് ലൂസായിട്ട് വരും. ഇത്തരം ടൈപ്പിന് ലൂസ് ഫ്രണ്ട് റെഗുലർ ഷാക്കിൾ പറയും. രണ്ടാമത്തെ ടൈപ്പ് ഇതിനെ നേരെ തലതിരിച്ച് വെച്ചിട്ടുള്ള ഒരു ടൈപ്പാണ്, അത് ലൂസ് ഫ്രണ്ട് അപ്സെറ്റ് ഷാക്കിൾ എന്ന് പറയും. മൂന്നാമത്തത് അപ്സെറ്റ് സ്വൈവൽ ഷാക്കിൾ ഇൻ ലൂസ് സൈഡ് സിംഗിൾ ഹുക്ക്. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ഫിഗർ പോലെ തന്നെ അപ്സെറ്റ് ആണ്, അതായത് അപ്സൈഡ് ഡൗൺ ആണ്.
നമ്മളുടെ ഈ ടൈറ്റനിങ് സ്ക്രൂ മുകളിലാണുള്ളത്. ആൻഡ് സ്വൈവൽ ആണെന്ന് പറയാം. സ്വൈവൽ പറയുമ്പോൾ നമുക്ക് ഈ 360 ഡിഗ്രി മുകളിലുള്ള പാർട്ടിനെ താഴത്തെ പാർട്ട് ഫിക്സ് ചെയ്ത് നിർത്തുമ്പോൾ മുകളിലുള്ള പാർട്ട് 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. ഇൻ ലൂസ് സൈഡ് സിംഗിൾ ഹുക്ക്. ഓക്കെ, ഇനി അടുത്തത് ലൂസ് സ്വൈവൽ ലിങ്ക്. ഇതും സ്വൈവൽ ടൈപ്പാണ്. നമുക്ക് താഴത്തെ ഭാഗം പിടിക്കുമ്പോൾ മുകളിലത്തെ ഭാഗം 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. അടുത്തത് സിംഗിൾ സ്വൈവൽ ഹുക്ക് ഇൻ ലൂസ് സ്വൈവൽ ലിങ്ക്. ഇവിടെയും സ്വൈവൽ ടൈപ്പ് തന്നെയാണ്. ഇവിടെ താഴെ ഒരു നമുക്ക് ഒരു ഫിക്സ്ചർ ഉണ്ട് അല്ലേ, ഫിക്സ്ചറിന് മുകളിലാണ് ലിങ്ക് വെച്ചിട്ടുള്ളത്, അത് സ്വൈവൽ ടൈപ്പാണ്. അടുത്തത് ക്രെയിൻ ഓർ പ്ലെയിൻ ഹുക്ക്, ആൻറ്റി ടോപ്പിംഗ് ബ്ലോക്ക് വിത്ത് ലൂസ് ഡിസ്ക് ബിയറിംഗ് സ്വൈവൽ ഹുക്ക്. ഇതാണ് നമ്മൾ ക്രെയിൻസിലൊക്കെ JCB പോലുള്ള ക്രെയിൻസിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും, സ്വൈവൽ ടൈപ്പ്. അതുപോലെ തന്നെ ആൻറ്റി ടോപ്പിംഗ് ബ്ലോക്ക് ആണ്. യഥാർത്ഥത്തിൽ ആൻറ്റി ടോപ്പിംഗ് പറയുമ്പോൾ ഈ മുകളിലുള്ള ആ ബ്ലോക്ക് ഉണ്ടല്ലോ, അത് വന്നിട്ട് പെട്ടെന്ന് താഴോട്ടോ മുകളിലോട്ടോ തെന്നി മാറാത്ത ടൈപ്പ് ആയിട്ടുള്ള ബ്ലോക്കാണ്. അടുത്തത് റിലീസിങ് ഹുക്ക്. ഓക്കെ, ഇപ്പൊ റിലീസിങ് ഹുക്കിൽ ഒരു ചെറിയ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ലോക്ക്ഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, അടുത്തത് ലൂസ് സൈഡ് സിസ്റ്റർ ഹുക്ക്. ലൂസ് സൈഡ് പറയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഭാഗം താഴെ ഈ ഐ ടൈപ്പ് ഹുക്കിൽ താഴെ 2 ലിങ്ക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ലിങ്ക്സ് നമ്മൾ വലിക്കുമ്പോൾ ഈ മുകളിലുള്ള ഹുക്ക് ഓപ്പൺ ചെയ്യും. അത് ക്ലോസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ് ആവും. സ്റ്റിഫ് സിംഗിൾ സ്വൈവൽ ഹുക്ക്. സോ ഇതും സ്വൈവൽ ടൈപ്പാണ്. മുകളിലുള്ളത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. അത് സ്റ്റിഫർ ആണെന്ന് പറയാം, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഉള്ള ടൈപ്പ് ഹുക്സ് ആണ്. ഇനി അടുത്ത് സ്റ്റിഫ് അപ്സെറ്റ് സ്വൈവൽ ഷാക്കിൾ. ഇത് ഒരു ടൈപ്പ് ഷാക്കിൾ തന്നെയാണ്, അപ്സെറ്റ് ഷാക്കിൾ. അതായത് നമ്മളുടെ സെക്കൻഡ് ഫിഗർ പോലെയുള്ള ടൈപ്പ് ഷാക്കിളാണ്. ഇവിടെ സ്റ്റിഫ് ആണെന്ന് പറയുന്ന കാരണം, സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മളുടെ ഈ പെട്ടെന്ന് ഡീഫോം ചെയ്യാതിരിക്കാനുള്ള റെസിസ്റ്റൻസ് ആണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ താഴത്തെ 2 പോർഷനിൽ നമുക്ക് സ്റ്റിഫായിട്ട് ഈ മുകളിലുള്ള പോർഷനിൽ നിർത്താനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് റെഗുലർ ഓർ അപ്സെറ്റ് ഷാക്കിൾ ഇൻ ലൂസ് സ്വൈവൽ എന്ന് പറയുന്നത്. നമ്മുടെ ഷാക്കിൾ ഉണ്ടല്ലോ, നമുക്ക് അപ്പുറത്ത് നോക്കാം. റെഗുലർ ഷാക്കിൾ പറയുമ്പോൾ ഈ ബോൾട്ട് താഴെ വരുന്ന ടൈപ്പാണ്. അപ്സെറ്റ് ഷാക്കിൾ പറയുമ്പോൾ അത് മുകളിൽ വരുന്ന ടൈപ്പാണ്. ഇത് രണ്ടും നമ്മൾ സ്വൈവൽ റൊട്ടേഷൻ 360 ഡിഗ്രി എന്നുള്ള ടൈപ്പിൽ വെക്കുമ്പോൾ ഒരു സ്റ്റിഫ്നെസ് അറേഞ്ച്മെന്റും കൂടി കൊടുത്തു കഴിയുമ്പോൾ ഈ നമ്മളുടെ ഫസ്റ്റത്തെ 2 ഫിഗർ നമുക്ക് മനസ്സിലാവും. അടുത്തത് സിംഗിൾ ആൻഡ് ട്രിപ്പിൾ വുഡ് ബ്ലോക്ക് ബക്കറ്റ് ആണത്. ഓക്കെ, മുകളിലൊരു ബക്കറ്റ് കൊടുത്തിട്ടുണ്ട്, താഴെ വുഡൻ ബ്ലോക്സിൽ ഒരു 2 സൈഡ് U ടൈപ്പ് ആയിട്ടുള്ള ക്ലാമ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് സിംഗിൾ ഡബിൾ ആൻഡ് ട്രിപ്പിൾ മെറ്റൽ ബ്ലോക്ക് ബക്കറ്റ്. മെറ്റൽസ് ഒക്കെ നമ്മൾ ഈ ബക്കറ്റിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ വന്നിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, ഒരു ബക്കറ്റ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് നോക്കാം ഫ്രണ്ട് സിംഗിൾ ഷാക്കിൾ, സൈഡ് സിംഗിൾ ഷാക്കിൾ. അതായത് ഇപ്പോൾ സിംഗിൾ ഷാക്കിളിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ആദ്യം കാണുന്നത്, അടുത്ത സൈഡ് വ്യൂ ആണ് കാണുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു താഴെ ഒരു ജസ്റ്റ് റിങ്, ഒരു ഐ ഷേപ്പ്ഡ് ഒരു റിങ് ഉണ്ട്. ഓക്കെ, മുകളിലൊരു ഹുക്ക് ഉണ്ട്. ഇതിനാണ് നമ്മൾ ഫ്രണ്ട് സിംഗിൾ ഷാക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫ്രണ്ട് സിസ്റ്റർ ഹുക്ക്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അടുത്ത സൈഡ് സിസ്റ്റർ ഹുക്ക് പറയുന്നത് അതിൻ്റെ സൈഡ് വ്യൂ ആണ് അല്ലേ. നമുക്ക് ജസ്റ്റ് അതൊരു ഇതാണ് സിസ്റ്റർ ഹുക്ക്. ഒരു 8 പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്. താഴത്തെ പോർഷനിൽ ചെറിയ ഡയമീറ്റർ ഹോളാണ്, മുകളിൽ കുറച്ചുകൂടെ ലാർജ് ഡയമീറ്റർ. അടുത്ത സ്വൈവൽ ഹുക്ക്. ഓക്കെ, ജസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് സ്വൈവൽ ഹുക്ക് പറയുമ്പോൾ നമ്മുടെ ഇത് വന്നിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഇത് വന്നിട്ട് മുകളിലത്തെ ഭാഗം നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. അടുത്ത റിലീസിങ് ടൈപ്പ് ഹുക്ക്.
ഓക്കെ, റിലീസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചെരിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഈ സ്ലോപ്പ് കാരണം നമുക്ക് റിലീസിങ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയർ ആയതുകൊണ്ടാണ് ഇതിൻ്റെ റിലീസിങ് ഹുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ലോപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഹുക്ക് ചെറുതായിട്ട് ചെരിക്കുമ്പോൾ അതിനുള്ളിലുള്ള റോപ്പ് നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കിയത് സ്ലിംഗ് ലോഡ്സ് ഫോർ ഷിഫ്റ്റിങ്ങിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇതിൽ നമ്മൾ പഠിച്ചത് ടെൻഷനിങ് സ്ക്രൂസിൻ്റെ വിവിധ തരങ്ങൾ നമ്മൾ പഠിച്ചു. 4 ടൈപ്പ് ടെൻഷനിങ് സ്ക്രൂസ്, ലൈക്ക് യൂണിയൻ, ബോൾട്ട്, അങ്ങനത്തെ 4 ടൈപ്പ് നമ്മൾ പഠിച്ചു. അതുപോലെ അടുത്തത് നമ്മൾ നോക്കിയിരുന്നത് സ്ലിങ്ങിങ് മെത്തേഡ്സ് ആണ്. മെഷീനറീസിനെ, അതേപോലെ തന്നെ ബാരൽ ഷേപ്പ്, അങ്ങനത്തെ ടൈപ്പിനെയൊക്കെ നമ്മൾ സ്ലിങ് ചെയ്യാൻ, മാർക്കിങ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചു. അവസാനം നമ്മൾ പഠിച്ചത് റിഗ്ഗിങ് തിയറി ആയിരുന്നു. റിഗ്ഗിങ് സിസ്റ്റത്തിൽ ഉപയോഗിച്ച് വരുന്ന വിവിധതരം ലിഫ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, അതിൽ ഷാക്കിൾസ് ഉണ്ടായിരുന്നു, ഹൂക്സ്, അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ ലിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വിവിധ ടൈപ്സ് നമ്മൾ പഠിച്ചു. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. Thanks for watching the channel.